വാർത്തകൾ വിശദമായി. കുട്ടനാട്ടിലെ നിരവധിയായ പ്രശ്നങ്ങളിൽ ഒന്നുപോലും ചർച്ച ചെയ്യാൻ നവകേരള സദസ്സ് വേദിയായില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. UDFിനെ കുറ്റം പറയാനുള്ള വേദിയായി നവകേരള സദസ്സ് മാറിയെന്നും കൊടിക്കുന്നിൽ പരിഹസിച്ചു. നെൽകർഷകരുടെ വിവിധ പ്രശ്നങ്ങൾ, കുടിവെള്ളം, ആശുപത്രി വികസനം, ഇടറോഡുകൾ, പാലങ്ങളുടെ നിർമ്മാണം, ഇങ്ങനെ നിരവധിയായ വിഷയങ്ങളായിരുന്നു കുട്ടനാട്ടിലെ നവകേരള സദസ്സിൽ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നത്. എന്നാൽ ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടില്ല. ഇതൊന്നും ചർച്ച ചെയ്യാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി കുട്ടനാട്ടിലേക്ക് വന്നതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ചോദിച്ചു. കുട്ടനാട് നിയോജക മണ്ഡലം UDF വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് MP. ഇവിടത്തെ കുട്ടനാടിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നലത്തെ നവകേരള സദസ്സിൽ ചർച്ച ചെയ്തു. നെല്ലിന്റെ വിലയെ കുറിച്ച്, പമ്പിംഗ് സബ്സിഡിയെ കുറിച്ച്, കൈകാര്യ ചെലവിനെ കുറിച്ച്, BRS വായ്പയെ സംബന്ധിച്ച്, സിബിലിനെ സംബന്ധിച്ച്, സിവിൽ സ്കോറിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു കാര്യം ഇന്നലത്തെ ഈ നവകേരള സദസ്സിൽ കുട്ടനാട്ടിൽ ചർച്ച ചെയ്തോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉറപ്പുകൾ കുട്ടനാട്ടിലെ കൃഷിക്കാർക്കും കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? ഇവിടെ കുടിവെള്ളം ഇപ്പോഴും രൂക്ഷമാണ്. ആശുപത്രികൾ പ്രവർത്തിക്കുന്നില്ല. ആരോഗ്യരംഗം നിർജീവമാണ്. അപ്പോൾ ഈ കുട്ടനാട്ടിൽ ഈ നവകേരള യാത്ര വന്നിട്ട് ഈ കുട്ടനാട്ടുകാർക്ക് എന്ത് പ്രയോജനം? ഈ നാട്ടിൽ എന്തെങ്കിലും ഗുണമുണ്ടായോ? ഇത് ആരെ പറ്റിക്കാനാണ്? മുഖ്യമന്ത്രി ആഡംബര ബസ്സിൽ വന്ന് 10,000 ആളുകളെ അവിടെ നിന്ന് ഇവിടെ നോക്കി കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പുകാരെയും അംഗൻവാടിക്കാരെയും ആശാ വർക്കർമാരെയും അതുപോലെ സ്കൂളിലെ കുട്ടികളെയും ഒക്കെ വിളിച്ചുകൊണ്ട് ഇരുത്തി നിർവ്വാണ പ്രസംഗം നടത്തി UDFിനെ ചെളിവാരി എറിഞ്ഞ് കേരളത്തിലെ UDF MPമാരെ ആരോപണങ്ങൾ ഉന്നയിച്ച് ആക്ഷേപിച്ച് പോകാൻ വേണ്ടിയുള്ള ഒരു യാത്രയായി ഈ നവകേരള സദസ്സ് മാറിയില്ലേ? അധികാരത്തിലേറിയതിനു ശേഷം ആദ്യമായി കുട്ടനാട്ടിൽ എത്തിയിട്ട് പോലും മുഖ്യമന്ത്രി കർഷകരെ മറന്നുപോയത് അപമാനകരമാണെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. രാമഗിരിയിൽ നടത്തിയ പരിപാടിയിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ ജോസഫ് ചേക്കോടൻ അധ്യക്ഷനായിരുന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ്, കേരള കോൺഗ്രസ് സെക്രട്ടറി ജനറൽ ജോസഫ് M പുതുശ്ശേരി, UDF ജില്ലാ ചെയർമാൻ CK ഷാജിമോഹൻ, കൺവീനർ അഡ്വക്കേറ്റ് B രാജശേഖരൻ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് JK എബ്രഹാം, DCC ഭാരവാഹികളായ സജി ജോസഫ്, K ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 2018 പ്രളയകാലത്ത് കേരളത്തെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ തങ്കലിപികളിൽ എഴുതപ്പെടുമെന്ന് മാത്യു T തോമസ് MLA. നവകേരള സദസ്സിനെതിരായ വാർത്തകൾ ജനം തള്ളിക്കളഞ്ഞെന്നും MLA അഭിപ്രായപ്പെട്ടു. തിരുവല്ല നിയോജക മണ്ഡലത്തിൽ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ നടന്നതും നടക്കുന്നതും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണെന്ന് മാത്യു T തോമസ് MLA അഭിപ്രായപ്പെട്ടു. തിരുവല്ലയിൽ മാത്രമല്ല കേരളമൊട്ടാകെ ഇതാണ് സംഭവിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ അധ്യക്ഷ പ്രസംഗം നടത്തി സംസാരിക്കുകയായിരുന്നു മാത്യു T തോമസ്. അപ്പോൾ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം വികസനം നടന്ന കാലഘട്ടം 2016 ശേഷമുള്ള കാലഘട്ടമാണ്. കേരളം മുഴുവനുള്ള ചിത്രം ഇതാണ്. വികസന മുരടിപ്പ് എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ മുമ്പിൽ കണക്കുകൾ സഹിതം എഴുതി പറയുവാൻ ഞങ്ങൾക്ക് കഴിയും. ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ലാത്ത വികസന പ്രവർത്തനമാണ് കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും, തിരുവല്ല പോലെ തന്നെ എല്ലാ പ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ലാത്തൊരവസ്ഥ വിശേഷം ഉണ്ടായിട്ടില്ല. വികസന പ്രവർത്തനം മാത്രമല്ല, ചില ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായി. 2018 മഹാപ്രളയം. ആ പ്രളയത്തിന്റെ ദുരന്തത്തിൽ നിന്ന് ഈ ജനതയെ കരകയറ്റുവാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ സമർപ്പിച്ച സേവനങ്ങൾ ലോക ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ടവയാണ്. കോവിഡ് കാലത്ത് ലോകത്തൊരു പ്രദേശത്തും ഇല്ലാത്ത രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുവാൻ കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളം. എല്ലാ ദുരന്തങ്ങളെയും അഭിമുഖീകരിച്ച് അതിജീവിക്കുവാനുള്ള ആർജവം കാട്ടി ഗവൺമെന്റാണ് പിണറായി വിജയൻ ഗവൺമെന്റ്. നവകേരള സദസ്സിനെതിരായ വാർത്തകൾ ജനങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഒഴുകിയെത്തുന്ന ജനസഞ്ചയമെന്നും മാത്യു T തോമസ് പറഞ്ഞു. MLAക്ക് ശേഷം മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, P പ്രസാദ്, KN ബാലഗോപാൽ എന്നിവർ സംസാരിച്ചു. അതിനുശേഷമായിരുന്നു മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും വേദിയിൽ എത്തിച്ചേർന്നത്. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ പലതും കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടാതിരിക്കാൻ സംസ്ഥാന സർക്കാർ തടസ്സം നൽകുകയാണെന്ന് BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ BJP പ്രവർത്തകർ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് അർഹതപ്പെട്ട പണം അവരുടെ കൈകളിൽ എത്തിക്കുവാൻ ആവശ്യമായ നടപടികളാണ് സ്വീകരിക്കപ്പെടേണ്ടത്. എന്നാൽ ഇതിന് ശക്തി പകരാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ലെന്ന് MV ഗോപകുമാർ കുറ്റപ്പെടുത്തി. BJP നെടുമുടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ PM വിശ്വകർമ്മ അംഗത്വ രജിസ്ട്രേഷന്റെ ഉദ്ഘാടനവും കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ വിശദീകരിക്കാൻ ചേർന്ന യോഗത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MV ഗോപകുമാർ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വലിയ പദ്ധതി, അതിന്റെ
ഞാനിപ്പോൾ പറയാം. ഇവിടെ എല്ലാ പഞ്ചായത്തിലും കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ജീവനക്കാർ, കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ നേരിട്ട് പങ്കെടുക്കുന്ന വികസിത ഭാരത സങ്കല്പ യാത്ര എന്ന ഒരു യാത്ര എത്തിച്ചേരുന്നുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. അതിലൂടെ നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സേവനങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പരിശ്രമമാണ് നമ്മുടെ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത്. പക്ഷെ അത് കേരളത്തിൽ സർക്കാർ അതിനോട് സഹകരിക്കുന്നില്ല. കേരളത്തിലെ ബാങ്ക് കൺസോർഷ്യമാണ് അതിന് പിന്തുണ കൊടുക്കുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട, കുട്ടനാടിനെ സംബന്ധിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും നമുക്ക് മറുപടി കിട്ടും. അങ്ങനെ ഒരു പരിപാടി നമ്മുടെ കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തിലും നടക്കുകയാണ്. അവിടെയും ഗവൺമെന്റ് വേണ്ട സഹായം ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പൊങ്ങ 21 നമ്പർ SNDP ഹാളിൽ ചേർന്ന യോഗത്തിൽ BJP നെടുമുടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K. സതീഷ് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സുരേഷ് പാര്യത്ത്, BJP തകഴി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് D. സുഭാഷ്, ജനറൽ സെക്രട്ടറി ദാസ്, സെക്രട്ടറി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സ്വകാര്യ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടത് മൂലം യാത്രാ ദുരിതം നേരിടേണ്ടി വന്ന ഭിന്നശേഷിക്കാരന് മാവേലിക്കര നവകേരള സദസ്സിൽ വെച്ച് വണ്ടി ഓടിക്കുന്നതിനുള്ള ലൈസൻസ് നൽകി. വെൺമണി സ്വദേശി സുഗതനാണ് ലൈസൻസ് നേടിയെടുത്തത്. കഴിഞ്ഞ ഒക്ടോബർ 10 മെഴുകുതിരി വ്യാപാരത്തിനായി പരിമലയിലേക്ക് വന്ന സുഗതനെയും കുടുംബത്തെയും ചെങ്ങന്നൂർ കായംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നു. ബസ് മാവേലിക്കര സ്റ്റാൻഡിൽ പോകില്ല എന്ന കാരണം പറഞ്ഞായിരുന്നു സുഗതനെ ഇറക്കി വിട്ടത്. പിന്നീട് സുഗതൻ മാവേലിക്കര ജോയിന്റ് RTOയ്ക്ക് പരാതി നൽകി. തുടർന്ന് RTO സജി പ്രസാദ് വീട്ടിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ചു. ലൈസൻസ് എടുക്കാൻ സഹായിക്കാമെന്നും അറിയിച്ചു. കഴിഞ്ഞ ദിവസം ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയ സുഗതന് മാവേലിക്കര നവകേരള സദസ്സിൽ ഗതാഗത മന്ത്രി ആന്റണി രാജു ലൈസൻസ് കൈമാറി. സാറാ കുഞ്ഞിനെ ഇപ്പുറത്തെത്താ സാറേ, ഞാൻ ഇപ്പുറത്തെത്തി. സുഗതനെ ബസ്സിൽ നിന്നും ഇറക്കി വിട്ടതുൾപ്പെടെയുള്ള വാർത്തകൾ KCV ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ആലപ്പുഴ ജില്ലാ തീരദേശ ക്യാമ്പയിന്റെ ഭാഗമായി മാരാരിക്കുളം വടക്കു പഞ്ചായത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. എല്ലാം സഹിച്ചു കഴിയണമെന്ന പെൺകുട്ടികളുടെ മാനസികാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് P. സതീദേവി പറഞ്ഞു. അന്ധവിശ്വാസങ്ങളും അബദ്ധജടിലമായ ചിന്തകളും സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 27 വർഷക്കാലമായി വനിതാ കമ്മീഷൻ ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സ്ത്രീ സംരക്ഷണ നിയമങ്ങളെ കുറിച്ച് ഈ സമൂഹത്തിലാകെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കൂടുതലായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഉണ്ടാക്കുന്ന നിയമങ്ങളെല്ലാം ഭരണഘടനയ്ക്ക് വിധേയമായിട്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എന്താണ് ഭരണഘടന എന്ന് പറയുന്നത്? ഈ രാജ്യം സ്വാതന്ത്ര്യ ലബ്ധിയെ തുടർന്ന് ഇന്ത്യക്കാരാൽ ഭരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കാൻ നിയുക്തമാക്കിയിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു. 15 സ്ത്രീകൾ കൂടി ഉൾക്കൊണ്ടിട്ടുള്ളതാണ് ഭരണഘടനാ നിർമ്മാണ സഭ. അതിൽ 3 പേർ മലയാളികളായിട്ടുള്ള സ്ത്രീകൾ കൂടിയായിരുന്നു. 15 സ്ത്രീകളിൽ 3 പേർ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ട്രി, അതുപോലെ ദാക്ഷായണി വേലായുധൻ എന്ന പേരിലുള്ള ഒരു ദളിത സ്ത്രീ കൂടി അംഗങ്ങളായിട്ടുള്ള ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വർഷങ്ങളോളം നടന്നിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾക്കൊടുവിലാണ് ഭരണഘടനയ്ക്ക് അന്തിമ രൂപം ഉണ്ടാക്കിയത്. ജനക്ഷേമ ജംഗ്ഷനിലെ സുനാമി പുനരധിവാസ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശന ഭായ് അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കമ്മീഷൻ അംഗങ്ങളായ VR മഹിളാമണി, അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പയിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ 8:30 പുറക്കാട് തീരമേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ വനിതാ കമ്മീഷൻ സന്ദർശിക്കും. 9:30 പുറക്കാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ഏകോപന യോഗം അഡ്വക്കേറ്റ് P. സതീദേവി ഉദ്ഘാടനം ചെയ്യും. എച്ചുസലാം MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഓൾ ഇന്ത്യ BSNL DOT പെൻഷനേഴ്സ് 7ാം സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ. സമ്മേളനം ഫെബ്രുവരി 24, 25 തീയതികളിൽ നടത്തും. സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനവും സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനവും എച്ചുസലാം MLA നിർവഹിച്ചു. അങ്ങനെ സംഘടിക്കാനുള്ള ശേഷി പ്രകടിപ്പിക്കപ്പെട്ട സാധാരണ തൊഴിലാളി ജീവിച്ച മകളാണ് നമ്മുടെ ആലപ്പുഴയിലെ കയർപ്പാറ്റയിലെ തൊഴിലാളിയാണ്. അങ്ങനെ സംഘടിച്ച്
അവരുടെ അവകാശങ്ങൾ നേടാൻ സംഘടിതമായ മേഖലശാല തീരുമാനിക്കുകയും ഒരു തൊഴിലാളി പ്രസ്ഥാനം രൂപം കൊടുക്കുകയും ചെയ്തു. അതിന്റെ തുടർച്ചയായിട്ടാണ് കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ചരിത്രം നോക്കിയാൽ രാജ്യത്താരം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന് തുടർച്ചയായി രൂപം കൊണ്ടതും സംഘടിതമായ ഭാവം തീരുമാനിച്ചതും അങ്ങനെ സംഘടിതമായി അധികാരിവർഗത്തോട് വിലപേശി അധികാരിവർഗത്തോട് പൊരുതിയാണ് നമ്മുടെ ഈ സമൂഹത്തിൽ എല്ലാ തൊഴിലാളി വിഭാഗവും അവരുടേതായിട്ടുള്ള അവകാശാനുകൂല്യങ്ങൾ ജീവിക്കാൻ വേണ്ടി നേടിയെടുത്തത് ചരിത്രം. സമ്മേളനം നടക്കുന്ന ഒരു കാലത്തിന്റെ പ്രത്യേകമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ BSNL എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ വലിയ സ്വഭാവമെല്ലാം നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ നിങ്ങളെല്ലാം ചെറിയ പ്രായത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് BSNL ജീവനക്കാർക്കുണ്ടായിരുന്ന ജീവിത ഗ്യാരണ്ടി ഒരുപക്ഷെ അവസാനിച്ചു പോയി എന്ന് നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യത്താണ് ഈ സമ്മേളനം. ആലപ്പുഴ BSNL എംപ്ലോയീസ് യൂണിയൻ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ N. ഗുരുപ്രസാദ് അധ്യക്ഷനായിരുന്നു. ഭാരവാഹികളായ KG ജയരാജ്, P. സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അഖില കുട്ടനാട് പമ്പിംഗ് മോട്ടോർ തൊഴിലാളി യൂണിയൻ AITUC വാർഷിക സമ്മേളനം മങ്കൊമ്പിൽ ചേർന്നു. AITUC ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് V. മോഹൻദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും പമ്പിംഗ് മേഖലയും തദനുസൃതമായ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം മോട്ടോർ തൊഴിലാളികളുടെ ജോലിയിൽ കാര്യമായ മാറ്റം വരുത്തുന്നു. പഴയ പെട്ടിയും പറയുമൊക്കെ ഇപ്പോൾ പതുക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. ഏതാണ്ടൊരു 10-25-30% മാറിക്കഴിഞ്ഞു. വെർട്ടിക്കൽ ആക്സിൽ ഫ്ലോ പമ്പിൻ്റെ പുതിയ മോഡലുകൾ വരുമ്പോൾ എവിടെ നിന്നും ജലം വലിച്ചെടുത്ത് പുറന്തള്ളാൻ പാകത്തിലുള്ള പുതിയ പവർഫുള്ളായിട്ടുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ നിലവിൽ വരുന്നത്. അപ്പോൾ പഴയ സമ്പ്രദായത്തിൽ നിന്നുള്ള മാറ്റം പുതിയ മേഖല ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുന്നത്. മങ്കൊമ്പ് പുല്ലമ്പലയിൽ CPI മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ചേർന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് G. അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി PV സുനോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPI മണ്ഡലം സെക്രട്ടറി TD സുശീലൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KB ജയപ്രകാശ്, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M. സന്തോഷ് കുമാർ, K. കമലാദേവി, ND ഉദയകുമാർ, VM മോഹനൻ എന്നിവർ സംസാരിച്ചു. മുതിർന്ന അംഗം PM ജോസഫ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. സമ്മേളനത്തിൽ 11 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം കുട്ടനാട് ഉപകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വെളിയനാട് മേഖലാ സ്വാശ്രയ സംഘത്തിന്റെ 20ാമത് വാർഷികവും പ്രവർത്തക സംഗമവും നടത്തി. 300 കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയാണ് സ്വാശ്രയ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പാവന സ്മരണയിൽ അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ട് കുഷ്ഠരോഗി പരിചരണം മുഖ്യ ലക്ഷ്യമാക്കി 1958 ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ തുടക്കം കുറിച്ച മഹാപ്രസ്ഥാനമാണ് ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം. 1999 കുട്ടനാട് ഉപകേന്ദ്രത്തിന് ആരംഭം കുറിച്ചത്. പിന്നീട് 2004 ഉപകേന്ദ്രത്തിന് കീഴിൽ വെളിയനാട് മേഖലാ സമിതി പ്രവർത്തനം ആരംഭിച്ചത്. സ്വാശ്രയ സംഘത്തിൻ്റെ 20ാമത് വാർഷിക സമ്മേളനം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം പ്രസിഡന്റ് രവി പാലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി സ്മാരക ഗ്രാമസ്വാതന്ത്ര്യം സ്വാശ്രയ സംഘ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ കേരളത്തിൽ അത്തരത്തിലൊരു ലോകത്തിലാകമാനം ഉള്ള വികസനത്തെക്കാൾ അത്രയും കൃത്യമായ വികസനം മാതൃക ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ സൗഹൃദത്തോടൊപ്പം അവരെ ദാരിദ്ര്യ നിർമ്മാണ മഹാത്മാഗാന്ധിയുടെ 18 കർമ്മ പരിപാടിയിൽ ഏറ്റവും പ്രധാനമായ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അവരെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്നതിന് അവരുടെ തൊഴിലും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രഥമ ലക്ഷ്യം. അപ്പോൾ ആ തരത്തിൽ വിഭാവനം കൊണ്ട നമ്മുടെ സ്വാശ്രയ സംഘം പ്രസ്ഥാനം ഇന്ന് എത്രയോ കാലഘട്ടം അതിജീവിച്ചിരിക്കുന്നു. അന്നൊക്കെ ഞാനും ജഗദീശനൊക്കെ ചെല്ലുന്ന വേദിയിൽ പ്രഖ്യാപിക്കുമായിരുന്നു, 12 വർഷക്കാലം ഒരു വ്യാഴവട്ടക്കാലം കഴിയുമ്പോൾ നിങ്ങൾ സ്വയം പര്യാപ്തതയിലെത്തും. ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 12 വർഷക്കാലം കഴിയുമ്പോൾ സ്വയം പര്യാപ്തതയിലെത്തും. സമ്മേളനത്തിൽ സബ് സെന്റർ ചെയർമാൻ KG മോഹനൻ പിള്ള അധ്യക്ഷനായിരുന്നു. ഗാന്ധി സ്മാരകം ജനറൽ സെക്രട്ടറി PS മനു മുഖ്യപ്രഭാഷണം നടത്തി. സബ് സെന്റർ ചെയർപേഴ്സൺ വത്സമ്മ എബ്രഹാം, സെക്രട്ടറി ബിഷ സാബു, മേഖലാ സ്വാശ്രയ സമിതി ഭാരവാഹികളായ TP രാമചന്ദ്രൻ, PK കമലാസനൻ, VC ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം സ്വാശ്രയ സംഘങ്ങളുടെ വളർച്ചയും ആനുകാലിക സാമ്പത്തിക അച്ചടക്കവും എന്ന വിഷയത്തിൽ പഠന ക്ലാസ് നടത്തി.
കേരള ഗാന്ധി സ്മാരക സമിതി ട്രസ്റ്റി KG ജഗദീശൻ ക്ലാസ് നയിച്ചു. SNDP യോഗം ശാഖാ നമ്പർ 1193 കണ്ണാടി ഗുരുദേവ ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയും ദീപക്കാഴ്ചയും നടത്തി. കുട്ടനാട് SNDP യൂണിയൻ വൈദിക യോഗത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങുകൾ. ശനിയാഴ്ച രാവിലെ 5:15 നട തുറന്നതോടെയാണ് ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. 7-ന് കുട്ടനാട് SNDP യൂണിയൻ കൺവീനർ സന്തോഷ് ശാന്തി ഭദ്രദീപം പ്രകാശനം ചെയ്തു. 7:30-ന് ലക്ഷാർച്ചനയ്ക്ക് ആരംഭം കുറിച്ചു. വൈകുന്നേരം 5-നായിരുന്നു ലക്ഷാർച്ചന സമാപനം. തുടർന്ന് കലശം എഴുന്നള്ളിപ്പും കലശാഭിഷേകവും നടത്തി. പ്രസാദ വിതരണത്തിനും ആചാര്യ ദക്ഷിണയ്ക്കും ശേഷം SNDP കുട്ടനാട് യൂണിയൻ വൈസ് ചെയർമാൻ MD ഓമനക്കുട്ടൻ ലക്ഷാർച്ചന അവലോകനം നടത്തി. ഗുരുദേവനെ സംബന്ധിച്ചുള്ള എഴുതപ്പെട്ട മന്ത്രങ്ങളാണ് ഇവിടെ ഉച്ചരിച്ചതല്ല, ഗുരുദേവ മന്ത്രങ്ങളാണ്. 108 മന്ത്രങ്ങളിൽ സർവ്വചരാചരങ്ങളെയും ബാധിക്കുന്ന ഈ പ്രപഞ്ചത്തെ മൊത്തം സ്വാധീനിക്കുന്ന, പ്രപഞ്ചത്തിന് മൊത്തം ഐശ്വര്യം ലഭിക്കുന്നതിന് വേണ്ടി എഴുതപ്പെട്ട മന്ത്രങ്ങളാണ് ഇവിടെ ഉച്ചരിച്ചത്. സ്വാഭാവികമായും ഈ മന്ത്രോച്ചാരണം ഈ പ്രദേശത്തെല്ലാം ഒരു കാന്തികമായ ഒരു ചൈതന്യവത്തായിരിക്കുന്നു. ആത്മീയതയുടെ ചൈതന്യം ഈ പ്രദേശത്ത് പ്രസരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. തുടർന്നായിരുന്നു ദീപാരാധനയും ദീപക്കാഴ്ചയും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുമരകം ഗോപാലൻ തന്ത്രി, വൈദിക യോഗം സെക്രട്ടറി സജേഷ് ശാന്തി എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ചങ്ങനാശ്ശേരി പാറയിൽ പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളിന് കൊടിയിറങ്ങി. പ്രതികൂലമായ കാലാവസ്ഥയിലും തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാൻ നിരവധി വിശ്വാസികളാണ് എത്തിച്ചേർന്നത്. രാവിലെ 5:30-ന് വിശുദ്ധ കുർബാനയോടെയാണ് പള്ളിയിൽ കൊടിയിറക്ക് തിരുനാളിന്റെ കർമ്മങ്ങൾക്ക് തുടക്കമായത്. 7:15-നും 9:30-നും 11:30-നും ഉച്ചകഴിഞ്ഞ് 2:30-നും കുർബാന ഉണ്ടായിരുന്നു. വൈകുന്നേരം 4:30-ന് അർപ്പിച്ച ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് വികാരി ജനറൽ ഫാദർ ഡോക്ടർ ജെയിംസ് പാലിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. കുർബാനയ്ക്ക് ശേഷം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് നടത്തേണ്ടിയിരുന്ന പ്രദക്ഷിണം മഴ മൂലം വേണ്ടെന്ന് തീരുമാനിക്കുകയും പകരം കുരിശടിയിലേക്ക് പ്രദക്ഷിണം നടത്തുകയും ചെയ്തു. പ്രദക്ഷിണത്തിന് ശേഷം ഈ വർഷത്തെ തിരുനാളിന് കൊടിയിറങ്ങി. കൊടിയിറക്ക് തിരുനാളിൻ്റെ കർമ്മങ്ങൾ KCB 32-ാം നമ്പർ സ്മാർട്ട് ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5710 രൂപ, പവന് 45,680 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.